തദ്ദേശ തെരഞ്ഞെടുപ്പ് സർക്കാർ നീട്ടിവെച്ചാൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ LDFന്റെ തീരുമാനം. സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കൃത്യസമയത്ത് നടത്തണമെന്നാവശ്യപ്പെട്ടായിരിക്കും LDF കോടതിയെ സമീപിക്കുക. അതേസമയം വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഒപ്പിടൽ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനും ഇന്നു ചേർന്ന അടിയന്തര LDF യോഗം തീരുമാനിച്ചു. പഞ്ചായത്ത് വാർഡ് വിഭജനം റദ്ദ് ചെയ്ത ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയത് തെരഞ്ഞെടുപ്പ് നീട്ടാനാണെന്നും നവംബർ 1-ന് ശേഷം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം അഡ്മിനിസ്ട്രേറ്റർമാരെ ഏൽപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും ഇടതുമുന്നണി കൺവീനർ വൈക്കം വിശ്വൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കൃത്യസമയത്ത് നടത്തണമെന്നാവശ്യപ്പെട്ട് ഇടതുമുന്നണി കോടതിയെ സമീപിക്കുമെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. ആഗസ്റ്റ് 20-ാം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് LDF പ്രവർത്തകർ പ്രകടനമായി ചെന്ന് ധർണ നടത്തും. നിയമപരമായി നേരിടേണ്ട കാര്യങ്ങളിൽ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നതിനുള്ള നടപടികളും LDF സ്വീകരിക്കും. വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ അദാനിയെ ഏൽപ്പിച്ചതിൽ നിരവധി അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ മാസം 17 നടക്കുന്ന കരാർ ഒപ്പിടൽ ചടങ്ങിൽ ഇടതുമുന്നണി പങ്കെടുക്കില്ലെന്നും വൈക്കം വിശ്വൻ അറിയിച്ചു. CPMന്റെ സംസ്ഥാന സമിതി യോഗം നടക്കുന്നതിനിടെ അടിയന്തരമായി LDF യോഗം വിളിച്ചു ചേർത്താണ് മുന്നണി തീരുമാനങ്ങൾ എടുത്തത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.